അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിരിയാണി വെച്ച് ഇറച്ചിച്ചോറായ കഥയാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കിംഗ് വീഡിയോ കണ്ട് ബോറടിക്കുന്നുണ്ടല്ലേ? എന്നാ ചെയ്യാനാ, കുക്കിംഗ് അല്ലേ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ വീഡിയോയിലേ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ഇടുന്നത്. ഇനി ഞങ്ങൾ കുറച്ച് ട്രാവലിംഗ് ട്രിപ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വഴിയിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെയല്ല, സൺഡേ സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിരുന്നില്ല എന്ന് മാത്രം കേട്ടോ. സൺഡേ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഞാനൊരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഹോട്ടലിൽ നിന്ന് കഴിച്ചും ഫ്രണ്ട്സ് കൊണ്ടുവരുന്നതും വീട്ടിൽ അമ്മ വെക്കുന്നതും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് സ്വന്തമായിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് എനിക്കായിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മായിയമ്മ പറയും, നിനക്ക് എന്താണ് ബിരിയാണി വെച്ചാൽ നീ അങ്ങ് വെക്ക്, ഇത്ര സിമ്പിളാണ്. അമ്മ മുമ്പ് തന്നൊരു കോൺഫിഡൻസിലാണ് കേട്ടോ ഇത് വെക്കാമെന്ന് വിചാരിച്ചത്. റെസിപ്പി ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ. പിന്നെ നമ്മൾ എന്തിനും ഗൂഗിളിനെയാണല്ലോ ആശ്രയിക്കുന്നത്. ഞാനും യൂട്യൂബൊക്കെ നോക്കിയിരുന്നു. പക്ഷെ യൂട്യൂബ് നോക്കിയിട്ടാണോ വെച്ചത് എന്ന് ചോദിച്ചാൽ കറക്റ്റ് യൂട്യൂബ് നോക്കിയിട്ടുമല്ല. ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളൊരു പ്രിപ്പറേഷൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ പൊടിക്കൈകളാണ്. അതുകൊണ്ടാവും ബിരിയാണി ആയില്ല, ഇറച്ചിച്ചോറായി. ബിരിയാണി പോലെ ഒരു സാധനം. ബിരിയാണിയാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും അവിടെ വരെ എത്തിയിട്ടില്ല. സാരമില്ല, ഫസ്റ്റ് സ്റ്റെപ്പല്ലേ, നമുക്ക് പോകെ ശരിയാക്കാം. ആദ്യം തന്നെ ശരിയായ ആ ഒരു ത്രില്ലങ്ങ് പോകുമല്ലോ, പിന്നെ നമുക്കത് ഉണ്ടാക്കാനുള്ളൊരു ഇതില്ല. പോകെ ശരിയാക്കുമ്പോൾ നമ്മൾക്കത് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ശരിയാക്കാനും പറ്റും. അതെൻ്റെ മാത്രം കോൺഫിഡൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതാ ഞാൻ ബിരിയാണി പണിയിലേക്ക് കയറി. ചിക്കൻ ഓൾറെഡി കഴുകി മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് റൈസിനും ആവശ്യമായ സവാള ഞാൻ എടുത്തു. സവാള അരിഞ്ഞ് ചെറിയ പീസാക്കി, അതായത് വളരെ നൈസായിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല, എനിക്ക് കത്തി വെച്ചരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്പീഡിൽ അരിയാനും പറ്റും. അപ്പോൾ ഞാൻ വേഗത്തിൽ സവാളയെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് ചതച്ചൊരു പേസ്റ്റ് പോലെ നമുക്ക് വേണമായിരുന്നു. ഇടികല്ലുള്ളത് കൊണ്ട് ഞാൻ അതിന് ചതച്ചെടുത്തു. ഈ ഇടികല്ല് വാങ്ങാൻ കുറേ കൊതിച്ച് നടന്നിട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ വില ചോദിച്ചു. അപ്പോൾ അത്യാവശ്യം പ്രൈസ് വന്നു. പിന്നെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കടനാട് പള്ളിയിൽ പെരുന്നാളിന് വാങ്ങിയതാണ് കേട്ടോ. അതും ആ ചേട്ടനോട് കുറേ വില പേശിയാണ് വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ച എൻ്റെ ഒരു ഇടികല്ലാണ് ഇത്. ഒരു വർഷം മേലെയായി കേട്ടോ ഈ ഇടികല്ല് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളി അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്തത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് പിന്നെ ആവശ്യത്തിന് സവാള, അരിഞ്ഞ സവാള മുഴുവനും ഞാൻ ചേർക്കുന്നില്ല, കുറച്ച്. പിന്നെ കുറച്ച് നമുക്ക് വറക്കാനും വേണമല്ലോ റൈസിന്. ഇതൊക്കെ എൻ്റെ പ്ലാനിങ് ആണ്. പക്ഷേ വമ്പാൻ പ്ലാനിങ് ആയിരുന്നു. പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും എന്ന് കരുതി ഞാനൊന്ന് സഹിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. എന്തായാലും ഉണ്ടാക്കിപ്പോയില്ലേ, കഴിച്ചേ പറ്റുള്ളൂ. ചേട്ടൻ അവിടെ നിന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇതിങ്ങനെയൊക്കെ ആണ്. ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാല കുറച്ചുണ്ടായിരുന്നു, അതും ചേർത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ പൊടികളൊക്കെ വാരിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ചെറിയൊരു പ്രിപ്പറേഷൻ വീഡിയോ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എനിക്കൊരു വീഡിയോ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ടാലും എനിക്കത് മൈൻഡിൽ നിൽക്കും. എന്തൊക്കെ പൊടികളാണ് അതിൽ ചേർത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്തത്. വൺസ് ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ അത് ക്ലിക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത്. അവരെന്തൊക്കെയൊക്കെയോ പൊടി വാരിയിടുന്നുണ്ട്, അതേപോലെ ഞാനും എന്തൊക്കെയോ കുറേ എൻ്റെ കൈ കിട്ടിയ കടിക്കാനും പിടിക്കാനും കിട്ടുന്ന പൊടികളൊക്കെ ഞാൻ വിതറിയിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശം ബിരിയാണി സൂപ്പറാവണം, എൻ്റെ കെട്ടിയോ നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു സ്വപ്നങ്ങൾ. ചിരവെടുത്തടിക്കാഞ്ഞത് ഭാഗ്യം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത്, എനിക്ക് കൈ വെച്ച് മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ. കുറേ അമ്മച്ചിമാർ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല തവിയൊക്കെ ഇട്ട് ഇളക്കി. എനിക്കതെന്തോ അങ്ങനെ സെറ്റാവുന്നില്ല. മസാലയൊക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ കൈയിട്ട് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യണം. എങ്കിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പഠിച്ചതല്ലേ പാടൂ.
അങ്ങനെ ചിക്കൻ ഞാൻ എൻ്റെ അടുപ്പിലേക്ക് വെച്ചു. അതൊന്ന് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് റൈസും കൂടെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കാം. കാരണം റൈസിന് അധികം വേവില്ല, വേഗം ചിക്കനും അതേപോലെ തന്നെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബസ്മതി റൈസാണ്, ലോങ് റൈസാണ് കേട്ടോ. ലോങ് റൈസ് ഓൾറെഡി നമ്മൾ ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടി വാങ്ങി വെച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. മിക്ക സാറ്റർഡേയ്സിലും ഞങ്ങൾ ഫ്രൈഡ് റൈസ് വെക്കാറുണ്ട്. കാരണം സൺഡേ പോകണ്ട, അപ്പോൾ നമ്മൾ കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടി ഞാൻ ഫ്രൈഡ് റൈസ് ആക്കാറുണ്ട്. ഫ്രൈഡ് റൈസും ടൊമാറ്റോ സോസും മാത്രമായിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് എനിക്ക് ഈസിയാണ്, ഈസി ടു കുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ബസ്മതി റൈസൊക്കെ കഴുകി നല്ലോണം വൃത്തിയാക്കി കഴുകി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കനിൽ ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ കുറച്ച് ഗാർണിഷ് പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് കറിവേപ്പില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ അഹങ്കാരം കൊണ്ടും കുറച്ച് കറിവേപ്പില വാരി വിതറിയിട്ടുണ്ട്. എന്തിനു കൊണ്ട് തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്നത് പോലെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ ബിരിയാണി അതിങ്ങനെ ഇറച്ചിച്ചോറാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ അത് അരിയൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് ആവശ്യമായ നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാണ് കേട്ടോ. ഗ്രാമ്പു മുമ്പ് വാങ്ങിയതാണ് കേട്ടോ, അതിങ്ങനെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഗ്രാമ്പു ഇട്ടു, മസാലപ്പൊടി, പെരിഞ്ജീരകം, നമ്മുടെ കറുവപ്പട്ട, പിന്നെ പൂ പോലെ ഇരിക്കുന്ന ഒരു സാധനമില്ല, എനിക്കതിൻ്റെ പേരറിയില്ല കേട്ടോ. അതെന്നാ സാധനമാണെന്നോ പേരെന്നാന്നോ ഒന്നും എനിക്കറിയാൻ മേല. എന്നായാലും ആ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനങ്ങ് ആഡ് ചെയ്ത് കിടക്കട്ടെ. എൻ്റെ ഉദ്ദേശം ബിരിയാണി സൂപ്പറാവുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല സ്മെല്ല് വരിക എന്നൊക്കെ ആയിരുന്നു. സ്വപ്നം ഏതറ്റം വരെ നമുക്ക് കാണാമല്ലോ, കാശ് മുടക്കില്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കാശ് മുടക്കി മേടിച്ചതാണ്. അതിങ്ങനെ വെറുതെ കളഞ്ഞിട്ട് വരുന്നൊരു നല്ല വിഷമമുണ്ട്. എന്നിട്ട് അരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിന് നാരങ്ങാനീര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ആവശ്യത്തിന് വേവ് നോക്കി വാങ്ങിയാൽ മതി. ഈ കാണിക്കുന്നില്ലേ ഈ പൂ പോലുള്ള സാധനം, അതിൻ്റെ പേരെനിക്കറിയാൻ മേല, അതെന്നാന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ സാധനവും കൂടി ഇട്ടിട്ട് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതങ്ങ് അടുപ്പത്തേക്ക് വെക്കുകയാണ്. കാരണം ചിക്കൻ കറി സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ റൈസും കൂടെ ഓക്കെ ആകുകയാണെങ്കിൽ ആ ഒരു പണി കഴിഞ്ഞു. ഇതിന് മുന്നേയായിട്ട് തന്നെ ഞാൻ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും അതേപോലെ തന്നെ നമ്മുടെ സവാളയും കൂടെ ഒന്ന് വറക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറാമാൻ കുറച്ച് ബിസിയായി പോയി. എന്നാ ചെയ്യാനാ, എനിക്ക് ഈ ഫോണും പിടിച്ചിട്ടുള്ള കുക്കിംഗ് എനിക്ക് സെറ്റാവത്തില്ല. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ സ്പീഡ് കുറയും. ഞാൻ വേഗം കുക്ക് ചെയ്യും, പക്ഷേ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുക്കിംഗ് പോകും. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ആ സവാളയും കിസ്മിസും കാഷ്നട്ടും എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നമ്മുടെ ചോറ് വെന്തു, അതിനെ ഞാൻ വാർത്ത് വെച്ചു. ഇപ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത്. എന്താ ചോറ് മുട്ടത്തിലെ ചിക്കൻ കറിയിലേക്ക് അപ്പോഴത്തേക്ക് എണ്ണടുത്ത് പറഞ്ഞ് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ മനസ്സിലായിരുന്നു ആ കാര്യങ്ങൾ. ചോറ് ഇടുക, പിന്നെ ചിക്കൻ ഇടുക, പിന്നെ ഉണ്ടാക്കിയ ആവേശം എന്ന് പറയല്ലേ, ആ ആവേശം ഞാൻ വാരിയിട്ട് എന്നെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ തട്ടിപ്പൊട്ടിയൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഡെക്കറേഷൻസ് ഒട്ടും കുറവ് കണ്ടിട്ടില്ല. കുറച്ച് സവാളയും എന്നിട്ട് ചിക്കൻ കുറച്ചിടും, എന്നിട്ട് വീണ്ടും ചോറിടും, ചിക്കൻ കുറച്ചിടും. ഇതിനിടയിൽ ഞാൻ സാലഡ് ഉണ്ടാക്കി. പിന്നെ മാങ്ങാച്ചാർ എൻ്റെ ഫേവറേറ്റ് ആണ്. അച്ചാറുകളിൽ ഏറ്റവും ഫേവറേറ്റ് ആണ് മാങ്ങാച്ചാർ. മാങ്ങാച്ചാർ ഇഷ്ടമുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ എൻ്റെ മാങ്ങാച്ചാർ നല്ലോണം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ സൂപ്പർ ആൻഡ് ടേസ്റ്റി മാങ്ങാച്ചാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ബിരിയാണി ദം പോലെയൊക്കെ വെച്ച് എന്നിട്ട് അത് സെറ്റാക്കി തുറന്നപ്പോൾ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എടുക്കുന്ന കാര്യം അവിടെയും ഞാൻ കൊളാക്കി. നമ്മൾക്കുണ്ടോ ഇതൊക്കെ എടുത്ത് ശീലമുണ്ടോ? അമ്മ എടുത്ത് തന്നാൽ തിന്നാന്നല്ലാണ്ട് ഈ സാധനം ഉണ്ടാക്കാനോ എടുക്കാനോ എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഞാനത് കൊളാക്കുന്ന കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു മാറി നീ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ എടുക്കാം, ഏട്ടൻ പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിന്ന് വീണ്ടും കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മറിക്കോ, ഞാൻ എടുത്ത് തരാം, വൃത്തിക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. പക്ഷെ എൻ്റെ അഹങ്കാരം വിടണ്ടേ, ഞാനിപ്പോൾ എടുത്ത് കാണിക്കാടോ എന്ന് പറഞ്ഞിട്ട് ഞാനത് കുറച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ആ തവി മാറ്റി, വേറെ തവി തരാം, അതുകൊണ്ട് അതെടുത്ത് തന്നു. ഞാൻ അത് വെച്ചെടുത്തപ്പോഴേട്ടൻ പറഞ്ഞു വിട്ടോ ശരിയാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് അരങ്ങങ്ങ് ഒഴിഞ്ഞു കൊടുത്തു, എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. എന്നിട്ട് ഏട്ടൻ വന്നിട്ട് കാണിച്ചു തരുവാണ്, ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആൾക്കും അത് കിട്ടുന്നുണ്ടായില്ല, കാരണം ഞാൻ കൊളാക്കിയാണല്ലോ ആ റൈസ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ബിരിയാണി പോലെ ഒരു സാധനം നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്ത്
ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇറച്ചിച്ചോറായിട്ട് കഴിക്കാം, ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രൈ അല്ലേ, നമുക്ക് പോകെ പോകെ ശരിയാക്കാമല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു. പിന്നെ എന്താ, നമുക്ക് 2 പേർക്കുള്ളത് 2 പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട്. എനിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞു. കാരണം അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ആവേശം അങ്ങോട്ട് പോയി. എന്നാ പറയാനാ, വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റുമോ? വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. കാരണം ഇത്രയും കാലമായിട്ട് ഒരു ബിരിയാണി പോലും ഉണ്ടാക്കാൻ അറിയാൻ മേലെങ്കിൽ നീ പിന്നെ എന്നാത്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഫ്ലോപ്പായ കാര്യം. ഈ വീഡിയോ കാണുമ്പോഴേ അമ്മ അറിയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ടേസ്റ്റി മാങ്ങാച്ചാറ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.